നമസ്കാരം, ഞാൻ ബിനു കുര്യൻ. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് ഒരു സ്കൂളിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ പേര് മിസ്റ്റർ ജോർജ്. ജോർജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ വഴിയില്ല. ലൈഫ് ഷെഫ് ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അറിയാം. അദ്ദേഹം ഒരു സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ഹൗസ് നടത്തുന്നുണ്ട്. പ്ലസ് ഈസ് മാനേജിങ് എ സ്കൂൾ, ഫ്രണ്ട് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂൾ മാനേജ് ചെയ്യുന്നുണ്ട്. ജോർജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു ഉദ്യോഗം വേണ്ട എന്ന് വെച്ച് സ്വന്തം പാഷന് പുറകിൽ വന്ന് ഒരു എഡ്യൂക്കേറ്റർ ആയതാണ് ജോർജ് എന്ന വ്യക്തി. അപ്പം ഇനി ഉള്ള അത് നമുക്ക് ജോർജിനോട് തന്നെ നമുക്ക് ചോദിക്കാം. Hi, my name is George K. Thomas. I'm the CEO and Chief Trainer at Life Chefs. I'm also the Director of Friends Play School and Kindergarten based in Trivandrum. ഞാൻ ഒരു NLP പ്രാക്ടീഷണറാണ്, സർട്ടിഫൈഡ് അറ്റ് ആൻ ഇൻ്റർനാഷണൽ ലെവൽ. അതുപോലെ തന്നെ ഒരു സർട്ടിഫൈഡ് കരിയർ കൗൺസിലറാണ് ആൻഡ് എ ലൈഫ് കോച്ച്. ഐ ഡു എ ലോട്ട് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാംസ്. ഐ എം എ ട്രെയിനർ ആൻഡ് എ മോട്ടിവേഷൻ സ്പീക്കർ. ജോർജ്, നമ്മൾ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് അപ്പോഴൊക്കെ ജോർജിനോട് മനസ്സിൽ തോന്നിയൊരു ചോദ്യമാണ്, വാട്ട് ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് ലൈഫ് ഷെഫ്സ് ആസ് വെൽ ആസ് ഈ ഒരു ഫ്രണ്ട്സ് എന്ന സ്കൂളിൻ്റെ തുടങ്ങാനുള്ള പ്രചോദനം എന്താണ്? ഞാൻ ലൈഫ് ഷെഫ്സ് തുടങ്ങുന്നത് ഒരു ലോങ് സ്റ്റോറിയാണ്. ആക്ച്വലി ഞാനതൊന്ന് ചെറുതായിട്ട് പറയാം. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് അന്നത്തെ എൻ്റെ കോളേജിലെ HRD ഇൻചാർജ് ഉണ്ട്, ലിറ്റി കുര്യൻ എന്ന് പറഞ്ഞ സാറ് അന്ന് ഒരു NSS ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യാനായിട്ട് സാറ് കമ്മിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതേസമയം സാറിന് ആക്സിഡൻ്റലി വേറെ എന്തൊരു പ്രോഗ്രാം വന്നിട്ട് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ HRDയുടെ ഭാഗമായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോർജ് എനിക്ക് വേണ്ടി ഈ പ്രോഗ്രാം ചെയ്യണം. ഞാൻ പറഞ്ഞു, സാർ എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല. അപ്പോൾ സാർ ഫൈനലി എന്നെ കൺവിൻസ് ചെയ്തു. ലോങ് സ്റ്റോറി ഷോർട്ട്, ഞാൻ ആ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തു. ഞാൻ ഭയങ്കരമായിട്ട് എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായി, ദിസ് ഇസ് സംതിങ് ഐ റിയലി എൻജോയ്. എനിക്ക് ഒത്തിരി ഒരു ഹാപ്പിനെസ് കിട്ടി അതിൽ നിന്ന്. അപ്പം അന്ന് ഞാൻ തീരുമാനിച്ചു, എൻ്റെ ഒരു താല്പര്യപ്പെട്ട ഫീൽഡ് ഇതാണ് എനിക്ക് ലൈഫിൽ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തി. അതോടൊപ്പം ഞാൻ ഒത്തിരി ബെസ്റ്റ് മാനേജർ കോമ്പറ്റീഷൻസിന് പോകുമായിരുന്നു, കുറച്ച് പ്രൈസസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒത്തിരി സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ്, ഒരു എനർജി ലെവൽസ് ഭയങ്കര ഹൈ ആണ് പലരോടും, ഓഡിയൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഈ ഒരു പ്രൊഫഷനോടുള്ള ഒരു താല്പര്യം ആയി. പിന്നീട് ഞാൻ വിചാരിച്ചത്, ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ കോളേജ് കഴിഞ്ഞ് ഒരാൾ ട്രെയിനറായി കഴിഞ്ഞാൽ അതിനേക്കാളും നല്ലത് ഞാൻ തന്നെ എന്തെങ്കിലും എൻ്റെ ഹയർ മാസ്റ്റേഴ്സൊക്കെ പഠിച്ചിട്ട് ഏതെങ്കിലും കമ്പനിയിൽ അവരുടെ കീഴിൽ വർക്ക് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് നേടി സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. അങ്ങനെ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഒറാക്കിളിൽ വർക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ 1-2 സ്റ്റാർട്ടപ്സിൽ വർക്ക് ചെയ്തു. എൻ്റെ ജോലി ഐ എം എ സെയിൽസ്മാൻ ബൈ പ്രൊഫഷൻ. IT-യും ബാങ്കിങ്ങുമാണ് ഞാൻ ഹാൻഡിൽ ചെയ്തത്. ഞാൻ ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഗ്ലോബൽ സെയിൽസ് ഹാൻഡിൽ ചെയ്യുമായിരുന്നു, ഇന്ത്യ തൊട്ട് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് വരെയുള്ള മാർക്കറ്റ്സ്. അപ്പോൾ അങ്ങനെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയി. കുറേ ലൈഫിൽ കുറേ നോളജ് ഉണ്ടാകാൻ സാധിച്ചു, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്യാൻ സാധിച്ചു. ഒത്തിരി ഫെയിലിയേഴ്സ് ഉണ്ടായി, ഒത്തിരി സക്സസ് ഉണ്ടായി. അപ്പോൾ ഐ ഫെൽറ്റ് നൗ ദറ്റ്സ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ദാറ്റ് ഐ ക്യാൻ ആക്ച്വലി ഷെയർ വിത്ത് അതർ പീപ്പിൾ ദാറ്റ് വിൽ പ്രോബബ്ലി ഹെൽപ്പ് ദം ടു ഇംപ്രൂവ് ദെയർ ലൈഫ്സ്, ട്രാൻസ്ഫോം ദെയർ ലൈഫ്സ്. അങ്ങനെ ഞാൻ ലൈഫ് ഷെഫ്സിലോട്ട് വരാനായിട്ട് തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ കോളേജസിൽ ഹയറിങ്ങിന് വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നല്ല പ്രൊഫൈലും നല്ല സാലറി ആയിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷേ പിള്ളേർ അൺഫോർച്ചുനേറ്റ്ലി ബേസിക് ആയിട്ടുള്ള സ്കിൽസ് അവർക്കില്ല, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അവരെ പലരെ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഡിസൈഡ് ചെയ്തു, ഇറ്റ്സ് ടൈം ടു ക്വിറ്റ് മൈ കോർപ്പറേറ്റ് ജോബ്. ഐ റിയലി നീഡ് ടു സ്റ്റാർട്ട് വർക്കിംഗ് വിത്ത് കോളേജ് സ്റ്റുഡൻസ്. ബിക്കോസ് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവരെ അതിലേക്ക് എത്തിക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ഞാൻ ലൈഫ് ഷെഫ്സ് ഫോർമലി തുടങ്ങി. ബൈ ദാറ്റ് ടൈം ഐ ഹാഡ് ഓൾറെഡി ബീൻ ഡൂയിങ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ അബൌട്ട് 12 years. ഞാൻ ആക്ച്വലി ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുമായിരുന്നു, ഞാൻ ജോലി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും. പക്ഷേ ലൈഫ് ഷെഫ്സ് ഒഫീഷ്യലി ഫോർമലി ബ്രാൻഡഡ് ആയിട്ട് ലോഞ്ച് ആയിട്ട് 3 years ആയി. ഞങ്ങൾ ഫ്രണ്ട്സ് പ്ലേ സ്കൂൾ എന്ന് പറഞ്ഞൊരു കിൻഡർഗാർട്ടൻ ഞാനും എൻ്റെ വൈഫ് ജോആൻ വർഗീസ് ഞങ്ങൾ ഒന്നിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ സ്കൂളിങ്ങിലോട്ട് വരാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അവരെ ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഏർലി സ്റ്റേജസ് മുതലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ ഓൺ കോൺസെപ്റ്റിൽ, നമ്മുടെ ഓൺ ഫിലോസഫിയിൽ അവരെ ലൈഫിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്കൂൾ തുടങ്ങിക്കൂടാ. അക്കാഡമിക്സ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥാപനമല്ല, നേരെ മറിച്ച്
ജീവിക്കാൻ പഠിപ്പിക്കുക, തോൽവികൾ എങ്ങനെ നേരിടണം, തോൽവികളിൽ നിന്ന് എങ്ങനെ ഉയർത്തു വരണം, അതിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ഉൾക്കൊള്ളണം, ആളുകളോട് എങ്ങനെ പെരുമാറണം, സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം, നമ്മുടെ ഇൻട്രസ്റ്റും താല്പര്യങ്ങളും നമ്മുടെ പാഷനും കണ്ടെത്തി അതിലേക്ക് എത്തിച്ചേരുന്ന ഫൈനലി ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് ലൈഫിനെ എങ്ങനെ റൂട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ഫിലോസഫിയിൽ ഒരു സ്കൂൾ തുടങ്ങണം എന്നുള്ള ചിന്തയിലെത്തി. അതോടൊപ്പം പാരലി വൈഫും ഏർലി ലേണിംഗിൽ ഒരു പാഷൻ കണ്ടെത്തി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, സ്കൂൾ തുടങ്ങുന്നതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഒരു പ്ലേ സ്കൂൾ തുടങ്ങുക, അവിടെ നിന്ന് ബിൽഡ് ചെയ്ത് വേണം വരാൻ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ ഫ്രണ്ട്സ് പ്ലേ സ്കൂൾ ആൻഡ് കിൻഡർ ഗാർഡൻ സൂസൻ മാത്യു എന്ന് പറയുന്ന മാമിനോടൊപ്പം നടത്തി വരുന്നു. ജോർജ്, നമ്മൾ ക്ലാസ്സുകളിൽ പറയാനുള്ളതാണ് ബിലീവ് ഇൻ യുവർ സെൽഫ്, അല്ലെങ്കിൽ യു ഷുഡ് ബി കോൺഫിഡൻറ്റ്, അല്ലേ, നല്ല റൈറ്റ് ആറ്റിറ്റ്യൂഡ് വേണം, ബിഹേവ് ചെയ്യണമെന്നൊക്കെ. പക്ഷേ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ ഒരിടത്ത് എത്താൻ പോകുന്നില്ല. ജോർജിനെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ഹൈസ്കൂൾ ഒരു വർഷം നഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ്. അത് എങ്ങനെ ആ കാലഘട്ടം ജോർജ് കരകയറി? എന്ന് വെച്ചാൽ ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ ഇന്നലെ CBSE അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച റിസൾട്ട്സുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തും ഒരു ഓടിപ്പോയി ആത്മഹത്യ അതൊക്കെ ചെയ്യുന്നൊരു സമൂഹത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. ഇതെങ്ങനെ അത് ഓവർകം ചെയ്തു ആ ഒരു കാലഘട്ടം? ഈ ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് എൻ്റെ ലൈഫിൽ ഈവൻ മോർ ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന് എന്താണോ അത് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദ ഫെയിലിയേഴ്സ് ദാറ്റ് ഐ ഹാവ് ഹാഡ് ആൻഡ് ഹൗ ഐ ഹാവ് ലേൺ ഫ്രം ദോസ് ഫെയിലിയേഴ്സ് ആൻഡ് ഐ ഹാവ് ഓവർകം ദോസ് ഫെയിലിയേഴ്സ്. ഞാൻ സിമ്പിളായിട്ട് പറയാം, ഒത്തിരി പിള്ളേർ ഇന്നത്തെ കാലത്ത് സൂയിസൈഡ് ചെയ്യുന്നുണ്ട് ഒരു ക്ലാസ്സിൽ തോറ്റാൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യത്തിന്. എൻ്റെ സ്റ്റോറി അവർക്കൊരു ഇൻസ്പിറേഷൻ ആകുമെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഞാൻ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ ഓരോ പരീക്ഷയിലും തോക്കും. ഫൈനൽ എക്സാം കഴിഞ്ഞ് എൻ്റെ പേരൻസിനെ വിളിക്കും, അവർ വന്ന് കൈയും കാലും പിടിച്ച് എന്നെ അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റി വിടും. അങ്ങനെ 9ാം ക്ലാസ് വരെ അങ്ങനെ കയറി വന്നു. 9ാം ക്ലാസ്സിലും ഇതേ സംഭവം നടന്നു. ഞാൻ ഫൈനൽ എക്സാമിന് തോറ്റു. അപ്പോൾ പ്രിൻസിപ്പൾ പേരൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ജോർജിനെ കയറ്റിവിടാൻ പറ്റത്തില്ല 10ിലോട്ട്. കാര്യം ജോർജ് സ്കൂളിലെ സിംഗിൾ ചൈൽഡായിരിക്കും ഫെയിലാകാൻ പോകുന്നത്. അപ്പോൾ 100% പാസ് എന്നുള്ള റെക്കോർഡ് ബ്രേക്ക് ആവും. അതുകൊണ്ട് 2 ഓപ്ഷനുണ്ട്, ഒന്ന് റിപ്പീറ്റ് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ജോർജിനെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകണം. അപ്പം ലോങ് സ്റ്റോറി ഷോർട്ട്, വീട്ടിലെ കോൺവെർസേഷൻസും അതും ഇതും എല്ലാം കഴിഞ്ഞ് വി ഡിസൈഡഡ് ദാറ്റ് ഐ എം ഗോൺ ടു റിപ്പീറ്റ് 9. അങ്ങനെ ഞാൻ 9ാം ക്ലാസ് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ലൈഫിൽ വളരെ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് അധികം കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി തിരിഞ്ഞ് നടക്കും, കളിക്കും. പിന്നീട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ് റിപ്പീറ്റ് ചെയ്യുന്ന വർഷം എൻ്റെ ക്ലാസ് ടീച്ചറായിട്ട് ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഷീല തോമസ് എന്ന് പറയുന്ന ടീച്ചർ വന്നു. I think she is the most important person in my life. The reason being, she transformed my personality and she changed my life. She gave me a lot of confidence. She made me the class leader. അങ്ങനെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി കിട്ടി. എന്നെ ആരോ അംഗീകരിക്കുന്നു എന്നെനിക്കൊരു തോന്നലുണ്ടായി. അവിടെ വെച്ചിട്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഷീല തോമസ് ടീച്ചർ നിന്നെ വിശ്വസിക്കുന്നു, ഐ ഷുഡൻറ്റ് ലെറ്റ് ഹർ ഡൗൺ എന്നുള്ള ഒരു ഫീലിംഗ് എൻ്റെ മനസ്സിലേക്ക് വന്ന് ഞാൻ അന്ന് തൊട്ട് പഠിക്കാൻ തുടങ്ങി. ഇപ്പം നമ്മുടെയൊക്കെ സ്കൂൾ ലൈഫിൽ 1-2 ടീച്ചേഴ്സാണ് ഓരോരുത്തരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പിള്ളേരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഇൻസ്പിറേഷൻ ആകാൻ വേണ്ടി ഞാൻ കൂടുതൽ സമയമൊന്നും പഠിക്കുന്ന ആളല്ലായിരുന്നു. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിൽ ഒത്തിരി പിള്ളേരുണ്ട്, ഞങ്ങളെല്ലാം ഒന്നിച്ച് ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കും. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ 6 o'clock 6:30 ആകുമ്പോൾ പഠിക്കാനിരുന്ന ഞാനൊരു 1 hour 1.5 hours ഒരു ദിവസം പഠിക്കത്തുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ പഠിക്കത്തില്ല. ആ പഠിക്കുന്ന സമയം ഞാൻ മനസ്സിരുത്തി വൃത്തിയായിട്ട് പഠിക്കും. അതാണെന്ന് തോന്നുന്നു, ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് എനിക്ക് തോന്നുന്നു പിന്നീടുള്ള എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ അത് എൻ്റെ ഫെയിലിയറിൽ നിന്ന് തിരിച്ചു വരാനായിട്ടുള്ള ഒരു ലേണിംഗ് ആയിരുന്നു. ഒന്ന്, എന്നെ വിശ്വസിച്ച ഒരാളെ ഞാൻ ലെറ്റ് ഡൗൺ ചെയ്യാൻ പാടില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം വർക്ക് ചെയ്യണം. അവിടെ നിന്ന് ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതി 82% മേടിച്ചു. അതൊരു എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു സംഭവമായിരുന്നു. കാര്യം ഞാൻ 60% പോലും മേടിക്കുമെന്ന് എൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ സ്കൂളോ പ്രതീക്ഷിച്ചില്ല. അവരുടെ ഉള്ളിൽ നിന്ന് എനിക്ക് അറിയാം. പക്ഷെ ഞാൻ 82% വിത്ത് ഡിസ്റ്റിങ്ഷൻ ഞാനന്ന് പാസ്സായി. സ്കൂള് ഒത്തിരി ബ്യൂട്ടിഫുൾ മെമ്മറീസ് തന്ന ഒരു സ്ഥലമാണ്. ഒത്തിരി പോസിറ്റിവിറ്റി എന്നിലേക്ക് കൊണ്ടുവന്നതും അതേ സ്കൂളിൽ തന്നെയാണ്. എനിക്ക് ലൈഫിൽ കോൺഫിഡൻസ് തന്നതും ആ സ്കൂളിൽ നിന്ന് കിട്ടിയ അംഗീകാരവും അച്ചീവ്മെൻറ്റ്സുമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇന്ന് കൊണ്ട് നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്ഷിപ്പാണ്.
പിന്നെ ഇൻ ടേംസ് ഓഫ് അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്നെ ഞാനാക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഘടകങ്ങളെന്ന് പറയുന്നത് ആ അവാർഡ്സ് ഒക്കെയാണ്. അതിലൊന്നെന്ന് പറയുന്നത് എനിക്ക് പ്രീഫെക്റ്റ് ആകാൻ സാധിച്ചു സ്കൂളിൽ. അപ്പം 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കൊമേഴ്സ് എടുത്തത്. അപ്പോൾ എനിക്ക് ക്ലാസ്സിൽ നിന്ന് പ്രീഫെക്ട്ഷിപ്പ് കിട്ടി. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു കാര്യം. ഒത്തിരി വർഷങ്ങൾ തോറ്റ് 9ാം ക്ലാസ്സിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത ഒരു കുട്ടി പ്രീഫെക്റ്റ് ആകുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ വളരെ എന്നോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നിയ ഒരു ഇതായിരുന്നു. അത് എന്നിൽ ഒത്തിരി കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എനിക്ക് 11th-ലും 12th-ലും ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട് മലയാളം ഡ്രാമ. പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങളൊരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. മൈം ആകട്ടെ, സ്കിറ്റ് ആകട്ടെ, ടാബ്ലോസ് ആകട്ടെ, അങ്ങനെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആഡ് മാറ്റ്സ് ആകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് പഠിത്തത്തെക്കാളും കൂടുതൽ ഫോക്കസ് ഞാൻ അന്ന് കൊടുത്തിരുന്ന അതാണ്. പിന്നെ ആ സമയത്ത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു ഫാഷൻ ഡിസൈനർ ആക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് ഞാൻ ഡിസൈൻ ചെയ്ത ഒരു ഡിസൈൻ അയ്യപ്പാസ് ലോഞ്ച് ചെയ്തു. അപ്പോൾ അത് സ്കൂളിൽ പഠിക്കുന്ന എന്നെ സംബന്ധിച്ചുള്ള അത് വലിയൊരു സംഭവമായിരുന്നു. പക്ഷേ ആ ഡിസൈനൊക്കെ ഫ്ലോപ്പായിരുന്നു. അത് രണ്ടാമത്തെ കാര്യം. അഗൈൻ ഇറ്റ്സ് എ ഫെയിലിയർ. അത് കഴിഞ്ഞ് 12ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് 3rd റാങ്ക് കിട്ടി കൊമേഴ്സിൽ. അപ്പോൾ അത് എനിക്ക് വളരെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു. അപ്പം എൻ്റെ ലൈഫ് എടുത്ത് നോക്കിയാൽ 5ാം ക്ലാസ് മുതൽ തോറ്റ് റിക്വസ്റ്റിന് പുറത്ത് പാസ്സായി, 9ലെത്തി, അവിടെ ഫെയിലായി, റിപ്പീറ്റ് ചെയ്ത് 10ൽ ഡിസ്റ്റിങ്ഷൻ മേടിച്ച് 11ൽ പ്രീഫെക്റ്റായി, 12ൽ വന്നപ്പം ബ്രോൺസ് മെഡൽ കിട്ടുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് ഒരു റിയൽ ട്രാൻസിഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഫെയിലിയേഴ്സിൽ നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത്. We should look into ourselves, we should look at the failures and ask ourselves what went wrong. എന്താണ് എനിക്ക് ഇതിലും നന്നായി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് നമ്മളിൽ വരുത്തേണ്ട കറക്ഷൻസ് നമ്മൾ വരുത്തി നമ്മളൊരു എഫേർട്ട് ഇട്ടാൽ, നമ്മൾ മനസ്സിൽ തീരുമാനിക്കുകയാണ് ഞാനിത് ചെയ്യും എന്ന് വിചാരിച്ചാൽ nothing can stop you, nobody can stop you, it will happen. The universe will conspire എന്ന് പറയുന്നത് പോലെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി എഫേർട്ട് ഇട്ടാൽ ഇറ്റ് വിൽ ഹാപ്പൻ. I always believe if you fail it is your stepping stone to success. So ആത്മഹത്യ ചെയ്യുന്ന അല്ലെ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന പിള്ളേരെ അല്ലെങ്കിൽ അഡൽട്സ് ആലോചിക്കുക, failure is not the end, failure is just the beginning. And that's showing you the window to success. ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് ജോർജിൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ജോർജ് ഒരുപാട് ബുള്ളി ചെയ്ത ഒരു കുട്ടിയാണ്. അതൊക്കെ ജോർജ് ഓവർകം ചെയ്തു. എങ്ങനെയായിരുന്നു അത് ഓവർകം? ഈ ടിപ്സ് എല്ലാം ചിലപ്പം ഈ വരുന്ന തലമുറയ്ക്ക് ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ഞങ്ങൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലൂടെ വർക്ക് ചെയ്യുന്ന ഭയങ്കര ഹൈലി സെൻറ്റിമെൻ്റലാണ്. അപ്പം ഇവരൊരു എമോഷണലി കുറച്ച് വീക്കായിരിക്കും കുട്ടികൾ. ഇതെങ്ങനെ ആ സമയം ബുള്ളിങ് ഈസ് നോട്ട് ഈസി അല്ലേ? കളിയാക്കുന്നൊരു ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ കളിയാക്കപ്പെടുകയും അവരെ കളിത്തമാശകൾ എങ്ങനെ അത് ടേക്കപ്പ് ചെയ്തു? അതും സ്വന്തമായിട്ട് നമ്മുടെ സെൽഫ് എസ്റ്റീം തകരാൻ ഒരുപാട് ചാൻസസ് ഉള്ള സമയമാണ് വെൻ യു ആർ സ്റ്റഡിയിങ്. അതെങ്ങനെ ഓവർകം ചെയ്തു? ഞാൻ ഒത്തിരി കളിയാക്കൽ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്കും എന്നെ അറിയാവുന്നവർക്കും എൻ്റെ ഒരു ഫിസിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം വെരി പ്ലം, ഐ എം ഷോർട്ട് ആൻഡ് ഐ എം ഡാർക്ക്. അപ്പം നമ്മുടെ ഒരു ഇന്ത്യൻ കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഒരു ബ്യൂട്ടി കോൺസെപ്റ്റിൽ ഈ മൂന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അപ്പം ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് നോയിങ്ലി ഓർ അൺനോയിങ്ലി തമാശയ്ക്കും ഒക്കെ നമ്മുടെ ബസ് കയറാനായിട്ട് നിൽക്കുന്ന കടയിലെ ചേട്ടൻ തൊട്ട് ബസ്സിലുള്ള കുട്ടികൾ തൊട്ട് സ്കൂളിൽ പഠിക്കുന്നവരൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട്. അതെൻ്റെ നിറം വെച്ച് കളിയാക്കുന്നവരുണ്ട്. പൊക്കമില്ലാത്തവർ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അസംബ്ലിയിൽ ഏറ്റവും മുമ്പിലാണ്, എവിടെ ലൈൻ ഫോം ചെയ്താലും നമ്മൾ മുമ്പിലാണ്. അപ്പം നമ്മുടെ ഈഗോയെ അടിച്ച് കില്ല് ചെയ്യുക, നമുക്ക് ഒരു രീതിയിലും സെൽഫ് റെസ്പെക്റ്റ് കിട്ടാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ് ഈ പൊക്കമില്ലായ്മ എന്ന് പറയുന്നത്. പിന്നീട് വണ്ണം കൂടെ കൂടി, അപ്പോൾ എല്ലാ രീതിയിലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. അപ്പം നോയിങ്ലി അൺനോയിങ്ലി തമാശകൾ പറഞ്ഞ ആളുകൾ ഒത്തിരി നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വെളുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അന്ന് ഈ ഫെയർ ആൻഡ് ലവ്ലി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്. ഇന്ന് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ പേര് മാറ്റി. അപ്പോൾ അത് വലിയൊരു സംഭവമാണ്. അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒരിക്കലും ഈ സൊസൈറ്റിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അറ്റ്ലീസ്റ്റ് ഞാൻ വെളുത്തില്ലെങ്കിലും അത് തേച്ചിട്ട് എൻ്റെ അപ്പൻ്റെ പോക്കറ്റ് വെളുത്തെന്നുള്ളത് എനിക്കറിയാം.
അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെയായിരുന്നു. എങ്ങനെയെങ്കിലും വെളുക്കാൻ പറ്റുമോ, ഇച്ചിരി കറുപ്പ് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു തിങ്കിങ് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നീട് എവിടെയോ വെച്ചോ അതിനകത്ത് എനിക്ക് തോന്നുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി ഒരു വലിയ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് ഒത്തിരി സൗന്ദര്യം എന്നിലുണ്ട്, എൻ്റെ മുഖത്തും എൻ്റെ കണ്ണിലും ആ ഒരു പവറുണ്ട്, എൻ്റെ മുഖത്തൊരു ഐശ്വര്യമുണ്ട്. അങ്ങനെ എന്നെ പ്രോത്സാഹിപ്പിച്ച ഒത്തിരി കസിൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 1-2 വ്യക്തികളാണ് എനിക്ക് ഫിസിക്കലി ഒരു കോൺഫിഡൻസ് എന്നിലേക്ക് കൊണ്ടുവന്നത്. അത് റിയലൈസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് പിന്നീട് ഞാൻ ഈ പറയുന്ന പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നത് നിർത്തി. ഞാനെന്ന വ്യക്തിയോട് എനിക്ക് കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് തോന്നി. എൻ്റെ ഫിസിക്ക് ഇതാണ് എൻ്റെ നിറം, ഈ നിറത്തിൽ എനിക്കൊരു ഐശ്വര്യമുണ്ട് എന്ന് ഞാൻ സ്വയം എന്നിലേക്ക് എൻ്റെ സൗന്ദര്യം ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് എൻ്റെ ലൈഫ് ശരിക്കും മാറാൻ തുടങ്ങി. ഐ ബിക്കെയിം എ വെരി കോൺഫിഡൻറ്റ് ബോയ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് എനിക്ക് ഒരു മെസ്സേജ് ചെറുതായിട്ടെങ്കിലും പറയാനുണ്ടെങ്കിൽ, എൻ്റെ പോലെ ഡാർക്കായിട്ടുള്ള അല്ലെ ഷോർട്ടായിട്ടുള്ള അല്ലെ വണ്ണമുള്ള ആളുകൾ, യു ഷുഡ് ജസ്റ്റ് റിയലൈസ് വൺ തിങ്. ബ്യൂട്ടി, പണ്ട് എല്ലാവരും പറയും ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. ഞാനത് വിശ്വസിക്കുന്നില്ല. ബ്യൂട്ടി ലൈസ് വിത്തിൻ യുവർ സെൽഫ് ആൻഡ് യു ഹാവ് ടു ബി ഏബിൾ ടു സീ യുവർ ബ്യൂട്ടി. അല്ലാതെ വേറൊരാൾ ബ്യൂട്ടീനെ ആസ്വദിക്കുന്നത് എന്ന് പറയുന്നത് അയാളുടെ ബ്യൂട്ടിയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പെടണമെന്നില്ല. അപ്പം സൊസൈറ്റിയുടെ ബ്യൂട്ടിയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പെടണമെന്നില്ല. അപ്പം നമ്മൾ കോൺഫിഡൻ്റ് ആകണമെങ്കിൽ നമുക്ക് സ്വയം നമ്മൾ ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. അത് എനിക്ക് എന്നുണ്ടായോ അന്ന് എൻ്റെ ലൈഫ് ചേഞ്ചായി. ആൻഡ് I'm so happy about it even today, and I thank my mother and all my cousins who helped me for that. So that's my experience, and so stop bullying as well. അറിയാതെ ചെയ്യുന്നതാണ്, തമാശയ്ക്ക് ചെയ്യുന്നതാണ്. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ആ ഒരു ഏജിൽ അവരെ അത് ഒത്തിരി ഹേർട്ട് ചെയ്യും. സോ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. നമ്മൾ ഇന്ന് സ്കൂളുകളിൽ അതിനെ ഒരു സെൻസിറ്റൈസേഷൻ നടത്തണം. അത് പിള്ളേരുടെ അറിവില്ലായ്മ കൊണ്ടാണ്, പക്ഷെ അവരെ അതിനെ സെൻസിറ്റൈസ് ചെയ്ത് അത് നമ്മൾ മാറ്റിയെടുക്കണം. ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ തമാശയ്ക്ക് കളിയാക്കും, പക്ഷേ ദാറ്റ് ഇസ് ഓക്കെ. കാര്യം ഇപ്പോൾ ഐ എൻജോയ് ഇറ്റ്, ഐ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. അപ്പോൾ അവർക്കും അറിയാം ഞാനത് ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവരെന്നെ ഒത്തിരി കളിയാക്കും. ഞാൻ പറയും എൻ്റെ ഫ്രണ്ട്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ റേസിസ്റ്റ് എന്ന് ഞാൻ പറയും. പക്ഷേ ദാറ്റ്സ് എ ജോക്ക്. കാര്യം ദേ ഡു ഇറ്റ് ഫോർ ദ ഫൺ ഓഫ് ഇറ്റ്. ഐ ഓൾസോ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. ഐ നെവർ ടേക്ക് ഇറ്റ് ടു ഹാർട്ട്. ബട്ട് ദാറ്റ്സ് ബിക്കോസ് ഓഫ് മൈ ഏജ്, because I have overcome that. But there used to be a time when I struggled. So let's all try to at least help the current children when they are in the age at the school, to help them overcome that feeling and build confidence. ജോർജ്, അതുപോലെ തന്നെ എനിക്കറിയാം ജോർജിന് ഒരുപാട് ഡ്രീംസ് ഉണ്ടാകും എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് ഈ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് ജോർജിൻ്റെ കാഴ്ചപ്പാട്? ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റിയാൽ നമ്മുടെ വരും തലമുറയ്ക്ക് അത് ബെനിഫിറ്റ് ആവും? അതിനെക്കുറിച്ച് ജോർജ് ആലോചിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും ആലോചന ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രേക്ഷകരായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഞങ്ങൾ സ്കൂൾ തുടങ്ങാം എന്നുള്ള ഡിസിഷനിലേക്ക് എത്തുന്നതിൻ്റെ ഒരു പ്രൈമറി റീസൺ, ലൈഫ് ഷെഫ്സിൻ്റെ ബ്രാൻഡിൽ ഞങ്ങൾ 2017 തൊട്ട് സമ്മർ ക്യാമ്പ്സ് നടത്തുന്നുണ്ട്. ഈ സമ്മർ ക്യാമ്പ്സ് സ്കൂളിലെ പിള്ളേർക്ക് വേണ്ടിയാണ്. വളരെ യുണീക്കായിട്ടുള്ള, വളരെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇതൊരു 2 വർഷം നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഭയങ്കര റിയലൈസേഷൻ ഉണ്ടായി. നമ്മുടെ ഇന്നത്തെ സ്കൂളിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇസ് പ്യോർലി അക്കാഡമിക് ഫോക്കസ്ഡ്. മിക്ക സ്കൂളുകളിലും PT പീരീഡ് ഇസ് ഫോർ നെയിം സേക്ക്. PT ഇല്ല, പിള്ളേർക്ക് കളിയില്ല. ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ക്ലാസ് ടീച്ചർ അവിടെ വന്നിരിക്കും. വർത്തമാനം പറയാൻ പാടില്ല, ആഹാരം ഷെയർ ചെയ്യാൻ പാടില്ല, ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞാൽ കളിക്കാൻ പോകാൻ പാടില്ല, നേരെ അടുത്ത പീരീഡ് തുടങ്ങും. പ്രത്യേകിച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. നെയിം സേക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും എന്നുള്ളതല്ലാതെ in the heart of the school they don't believe in it. മിക്ക സ്കൂൾസിൽ, I'm not saying that all schools are like that. അപ്പം ഈ പിള്ളേരെ സംബന്ധിച്ചോളം ഇവർക്ക് കോൺഫിഡൻസ് ഇല്ല, ഇവർക്ക് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ വളരെ ഞെട്ടിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ടീം ഗെയിമിൽ പോലും ഒരാൾക്ക് അയാളുടെ ആ കുട്ടിക്ക് മാത്രം ഷൈൻ ചെയ്യണം, ആ കുട്ടിക്ക് ചെയ്യാനായിട്ട്, അല്ലെ ആ കുട്ടിക്ക് ആ പ്രോഗ്രാമിൽ മികച്ചതായി നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ആളുടെ ടീം മുഴുവൻ തോക്കണം എന്നുള്ള ഒരു ചിന്ത എക്രോസ് പിള്ളേരിൽ ഫെയിലിയേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ വൈഫിനും തോന്നി, ദർ ഇസ് സംതിങ് റോങ് വിത്ത് അവർ സിസ്റ്റം. In the education system, everybody is behind entrance examinations, everybody is in a rat race, and somewhere we are losing our cool. Kids are losing the charm of that age. So what we decided is we want to start a school.
അപ്പോൾ അങ്ങനെയാണ് പ്ലേ സ്കൂളിലേക്ക് വന്നത്. അത് ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. പക്ഷേ ഇതിനെ ഒരു ഫുൾ ഫ്ലെഡ്ജ് സ്കൂളായിട്ട് ബിൽഡ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പം ഇതിനെ ഒരു ഓൾട്ടർനേറ്റ് സ്കൂളായിട്ട് ബിൽഡ് ചെയ്യുക, അതാണ് ഞങ്ങളുടെ കോർ ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മെയിൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ our school should not be driven by a simple focus on academics. It is going to focus on the overall development of a child. ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ പിള്ളേരെ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യുക, സെൽഫായിട്ട് അവരെ തന്നെ തിരിച്ചറിയുക. എന്താണ് എൻ്റെ കഴിവ്, ഞാൻ ഏതൊക്കെ കാര്യങ്ങളിലാണ് നല്ലത്, എനിക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ കഴിവുണ്ട്, എനിക്ക് ലൈഫിൽ ചെയ്യാൻ ഇഷ്ടമുള്ളത് എന്താണ്. ഒബ്വിയസ്ലി അവർ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ചിലത് മാറും, ചിലപ്പോൾ കൂടുതൽ തിരിച്ചറിയും. പക്ഷെ ബേസിക്കായിട്ട് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, സ്വയമായിട്ട് കുറേ അറിവുണ്ടാകുക. ആ അറിവിനെ വെച്ചിട്ട് ലൈഫിൽ ഏത് ചൂസ് ചെയ്യണം, എങ്ങനെ മുമ്പോട്ട് പോകണം, ഏത് കരിയറിലേക്ക് പോകണം എന്നുള്ളതിനുള്ള പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. അവരെ ഹാപ്പി ആയിട്ട് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ട്രെയിൻ ചെയ്യുക, ഫെയിലിയേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കുക, സെൽഫ് സഫിഷ്യൻ്റ് ആക്കുക, ഇൻഡിപെൻഡൻ്റ് ആക്കുക. ഇതൊക്കെയാണ് എൻ്റെ സ്കൂളിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്, കോർ ഫിലോസഫി. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ കരിക്കുലം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ ഫ്യൂഷൻ ഓഫ് ഫിനിഷ്, ജാപ്പനീസ് ആൻഡ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. ലോഞ്ചിങ് ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇൻ 2021. ഇത് ഞാൻ പറഞ്ഞ പോലെ ഓരോ വർഷവും വി ഗോണ ബിൽഡ് അപ്പ് ആൻഡ് വി ഹോപ്പ് ടു ഹാവ് എ ഫുൾ ബ്ലോൺ ഓൾട്ടർനേറ്റ് സ്കൂൾ ഇൻ ദി കമ്മിങ് ഫ്യൂ ഇയേഴ്സ്. ജോർജ്, ആൾട്ടർനേറ്റീവ് സ്കൂളിൻ്റെ കാലമാണ്, അതുപോലെ തന്നെ ഹോം സ്കൂളിങ്ങും ട്രിവാൻഡ്രത്തൊക്കെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എന്താണ് ഒരു ഡിഫറൻസ്? വാട്ട് ആർ ദ ഡിഫറൻസസ് ദാറ്റ് യു ആർ ഗിവിംഗ് ഫോർ എ ചൈൽഡ് ഹു ഈസ് ഗെറ്റിംഗ് എൻറോൾഡ് ഹിയർ? 2 ബ്രാഞ്ചാണുള്ളത്. ഒന്ന് ജവഹർനഗറിലും മറ്റേത് കിംസിനടുത്ത് ആനേറ വെൺപാലോട്ടം റോഡിലുമാണ്. 2 ക്യാമ്പസും വളരെ സ്പേഷ്യസ് ആണ്. ആസ് ഐ ടോൾഡ് യു, ഒത്തിരി ഔട്ട്ഡോർ സ്പേസ് ഉണ്ട്, മൊത്തം മരങ്ങളാണ്. അപ്പോൾ ഞങ്ങളൊരു സ്പേസ് എടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഗ്രീനറിക്കാണ്. ഇപ്പോൾ സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിള്ളേർ പുറത്ത് കളിക്കുന്നതാണ്. ഇത് മിക്ക സ്കൂളുകളിൽ നിന്ന് കാണാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഏർലി ലേണിംഗ് ഫേസിൽ. അവരെല്ലാം മുറിക്കുള്ളിൽ AC-ക്കകത്ത് അടച്ചിട്ട് അല്ലെങ്കിൽ പുറത്ത് വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ മണ്ണിൽ കളിക്കുന്നു. ഫ്രണ്ട്സിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ യു പ്ലേ ഇൻ എ നാച്ചുറൽ എൻവയോൺമെൻറ്റ്, പ്ലേ ഔട്ട്ഡോഴ്സ്, എക്സ്പ്ലോർ ആൻഡ് യു ലേൺ. അപ്പോൾ ഞങ്ങളുടെ പിള്ളേർ ഇവിടെ മണ്ണിൽ കളിക്കും. ഞങ്ങൾ മഡ് ഡേ എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ മഡ് ഡേ പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അന്ന് ഒരു ഹാഫ് ഡേ മുഴുവൻ പിള്ളേർ ചെളിക്കകത്താണ്, അവരെ അതിനകത്തിട്ട് ഉരുക്കിയെടുത്ത് അത് ബേസ് ചെയ്തിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും കളികളുമാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫിലോസഫി, കോർ ഫിലോസഫിക്കകത്ത് മഡിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്, നാച്ചുറൽ എൻവയോൺമെൻറ്റിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സ്കൂളിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ കളിക്കുന്ന കുട്ടികളെ ആയിരിക്കും. അതിൽ നിന്ന് പഠിക്കുകയും ലൈഫിൽ എൻവയോൺമെൻറ്റിനോടും നമ്മുടെ ചുറ്റുമുള്ള ഒരു ഇക്കോസിസ്റ്റത്തിനെയും റെസ്പെക്റ്റ് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനും ആ ബ്യൂട്ടി എൻജോയ് ചെയ്യാനും സാധിക്കുന്ന ഒരു ബഞ്ച് ഓഫ് പിള്ളേരെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. പിന്നെ ഒത്തിരി ചിയർഫുൾ ആയിട്ടുള്ള സപ്പോർട്ട് സ്റ്റാഫ്, ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് സ്റ്റാഫും അതോടൊപ്പം വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ബഞ്ച് ഓഫ് ടീച്ചേഴ്സ്. ആൻഡ് ഞങ്ങളുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആർ പ്രിൻസിപ്പൽ സൂസൻ മാത്യു. She is the energy behind us. So I think this is what you will see in our school, and a happy bunch of children.